നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ആദ്യം അത് നമുക്ക് ആ സംരംഭം അല്ലെങ്കിൽ ആ ബിസിനസ് നമുക്ക് പറ്റുമോ എന്ന് നോക്കണം. ഈ കാലഘട്ടത്തിൽ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വലിയ വലിയ കോഴ്സുകൾ അല്ലെങ്കിൽ വലിയ വലിയ പരീക്ഷകളൊക്കെ എഴുതുന്നതിന് മുമ്പ് നമുക്കൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവാറില്ലേ? അതെന്താണ്? ആ കോഴ്സോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളോ നമുക്ക് വഴങ്ങുമോ എന്നറിയുന്നതിന് വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ്. ബിസിനസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ പറ്റും. ഈ പരീക്ഷണം വിജയിച്ചാൽ നമുക്ക് അത് മുന്നോട്ട് പോവാൻ പറ്റുമോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് അത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മീൻസ് ഇപ്പോൾ കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് ഇതൊക്കെ ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് ഉണ്ട്. അവരിൽ നിന്ന് ആ പ്രൊഡക്റ്റ് ഷോപ്പുകാർക്ക് വിൽക്കുന്ന റേറ്റിൽ വാങ്ങുക. അവർ ഷോപ്പുകാർക്ക് നല്ല മാർജിൻ കൊടുത്തായിരിക്കുമല്ലോ കൊടുക്കുന്നത്. ആ ഷോപ്പുകാർക്ക് കൊടുക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ വൈഭവം അനുസരിച്ച് നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് ഈ പ്രൊഡക്റ്റ് നമ്മുടെ അറിയാവുന്ന തലത്തിലെല്ലാം വിൽക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ലൈസൻസ് വേണ്ട, പാക്കിംഗ് വേണ്ട, മാൻ പവർ വേണ്ട, ഇതൊന്നും വേണ്ട. ആ പ്രൊഡക്റ്റിനെ അവർ വിൽക്കുന്ന MRPയിൽ നമ്മളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും നമ്മളുടെ ആളുകൾക്കെല്ലാം വിൽക്കാം. പല പ്രൊഡക്റ്റുകളുണ്ട്. കാരണം കോസ്മെറ്റിക് ആവാം, എന്ത് പ്രൊഡക്റ്റ് ആയാലും നമ്മളൊന്ന് വിൽക്കുന്നു. ഒരു കുറച്ച് ബിസിനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു മാർജിൻ കിട്ടുമല്ലോ. കാരണം ഷോപ്പുകാർക്ക് കൊടുക്കുന്ന റേറ്റ് കിട്ടുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് വിൽക്കുന്ന ആ MRP നമ്മുടെ ലാഭമാണ്. ഒരു കുറച്ച് 1-2 മാസം ഇത് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ബിസിനസ് ഐഡിയ തെളിഞ്ഞു വരും. ഒരു പക്ഷേ ആ ബിസിനസ് അതേ ലൈനിൽ കൂടെ തന്നെ പോകാൻ പറ്റും. വേറെ കുറെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് അതുപോലെ ഈ ഒരു ബിസിനസ് തന്നെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഹാൻഡ് വാഷോ ഡിഷ് വാഷോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അത് ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് പരിചയമുള്ള മാനുഫാക്ചേഴ്സ് ആണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ ഒരു അഷുറൻസ് കൊടുത്താൽ അവർക്ക് 1000-5000 രൂപയുടെ മെറ്റീരിയൽ എല്ലാം അവർ ചിലപ്പോൾ ഒരു പക്ഷെ ക്രെഡിറ്റ് തരും. അത് വാങ്ങാം. നമുക്ക് ഇഷ്ടപ്പെട്ട ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ അതായത് ഈ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ വിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വേറെ പാക്കേജിങ് ആവശ്യമില്ല, സ്റ്റിക്കർ ആവശ്യമില്ല, അനുബന്ധ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതൊരു പഠനത്തിന് വേണ്ടി മാത്രമാണ്. ബിസിനസ് നമുക്ക് വഴങ്ങുമോ എന്നുള്ള ഒരു പഠനത്തിന് വേണ്ടി. അത് ഏത് പ്രൊഡക്റ്റും നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന പ്രൊഡക്റ്റ് ഇതുപോലെ വിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ വിലയുള്ളതാണ്. കാരണം അതൊരു വല്ലാത്തൊരു അനുഭവം. കാരണം ഈ ട്രെയിനിങ്ങിനൊക്കെ പിള്ളേർ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയൊക്കെ വരാറുണ്ട്. അവരെല്ലാം അത് ആ ട്രെയിനിങ് അവർ ജോലിയുടെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് ആണ്. ഇതിനെ ട്രെയിനിങ് ആയിട്ട് കണക്കാക്കുക.